ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് മെയിൻ്റെ ജിൻ കേൾക്കായിരുന്നു. ഓ ഇല്ല സാർ നിങ്ങൾ ആൻസറുമായിട്ടുണ്ട് എന്നെ പറയാറ് ടീച്ചറായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് സാഡായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മറിച്ച് ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ചങ്കൊക്കെ ഹീറോയിനെ കണ്ടിക്കാന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് 12th പഠിച്ചു കഴിഞ്ഞു. എനിക്ക് കോളേജ് ജോയിൻ ചെയ്യണോ എന്ന് പറയായിരുന്നു. ഇനി വരുന്നു അതടി കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കോളേജ് എൻ്റെ അമ്മ പറയായിരുന്നു ചേട്ടനുള്ള കോളേജൊക്കെ ജോയിൻ ചെയ്യാൻ പറയായിരുന്നു. മിയ പറയായിരുന്നു ഞാനതേ കോളേജ് ജോയിൻ ചെയ്യാൻ പോവാം എന്ന് പറയുന്നു. ശരിയുടെ ഈ ടെൻഷനൊന്നും വെക്കണ്ട എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ആ കോളേജൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഇയറാണ് കോളേജ്. ഇപ്പം എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു മിയക്ക് ടെൻഷനായിരുന്നു. ചിന്നയിൽ പോകുന്നത് കണ്ടിട്ട് മിനി പറയായിരുന്നു ഹേയ് ജിൻ പ്രൊഫസർ അല്ലടി അത്. അതല്ലേ മിയ പറയായിരുന്നു. സാർ എന്ന് കേൾക്കായിരുന്നു. ജിൻ സാർ എന്ന് പറയാം. ജിൻ എന്നാണല്ലോ വിളിക്കുന്നത്. ജിൻ തിരിഞ്ഞു ഓ ആ മിനി എന്താ ഇവിടെ ചെയ്യാ സാർ ഞങ്ങൾ ഇവിടെ കോളേജ് ജോയിൻ ചെയ്താൽ സാർ ഇവിടെ എന്താ ചെയ്യാ ആ ചിന്നതിൻ്റെ ഇടയിൽ കൊടുക്കായിരുന്നു. ചിന്നു പറയായിരുന്നു ഒന്നുമില്ല കുട്ടികളെ അതൊന്നുമില്ല എൻ്റെ വൈഫാണ് ആ സ്കൂൾ ടീച്ചറാണ്. എൻ്റെ വൈഫൊക്കെ വരാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അത്രത്തോളം ഞാനാണ് പഠിപ്പിച്ചത്. എൻ്റെ വൈഫൊക്കെ പ്രശ്നമില്ല. കുട്ടീനെ നോക്കാൻ പറഞ്ഞിരുന്നു. എൻ്റെ വൈഫ് പ്രഗ്നൻ്റായിരുന്നു. പിന്നെ ബേബി ജനിച്ച് അതിനെ ക്യാരിങ് ചെയ്യുമ്പോൾ അസത്തോളാണ് ഞാനിവിടെ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ ഇവിടുത്തെ പ്രൊഫസറാണ് എന്ന് ചിന്ന പറയായിരുന്നു. ഇത് കേട്ട് ഷാക്കായിരുന്നു. ഇത് കേട്ടിട്ട് അതേന്ന് സാർ നിങ്ങൾക്ക് മാരേജോ എന്ന് പറഞ്ഞാൽ മിനിറ്റ് വീട് ചേഞ്ച് ആയിരുന്നു. എന്താ കുട്ടി ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കട്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ക്ലാസ്സിലിരുന്നത് അങ്ങനെയായിട്ട് എല്ലാവരും സംസാരിച്ചാൽ ഇപ്പോൾ ജങ്കുക്ക് ക്ലാസ് പോലെ തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ജങ്കുക്കാണ് വരുന്നത്. ഹായ് എൻ്റെ പേര് ജിയാൻ ജങ്കുക്ക്, ഞാനാണ് നിങ്ങളെ പ്രൊഫസർ എന്ന് പറയുന്നു. എന്നിട്ട് ക്ലാസ് പറയുന്നു. ജങ്കുക്ക് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കും. ജങ്കുക്ക് പറഞ്ഞ ഞാൻ നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചറാണ് എന്ന് ജങ്കുക്ക് പറയായിരുന്നു. ശരി സാർ ഞാൻ റൂഡായിട്ട് പറയായിരുന്നു. അങ്ങനെ എല്ലാ പേര് കേട്ടോ എല്ലാ കാര്യം പറയും. ഹീറോ പേരെല്ലാം പറഞ്ഞു കണ്ട് കഥയിരുന്നേ. മിനി പറയായിരുന്നു ഇത് ചേട്ടതാ ഇവിടെ വന്നിപ്പോൾ ടോർച്ച് ചെയ്യും എന്ന് മിനിയുടെ റിയാക്ഷൻ. ഹീറോ ജങ്കുക്കിന് സൈറ്റ് അടിക്കാന്ന് ജങ്കുക്ക് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ജങ്കുക്ക് പറയായിരുന്നു ക്യാബിനിലേക്ക് വരണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച ശേഷം വരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം വരണം എന്ന് മിനിയോട് പറഞ്ഞായിരുന്നു ഹീറോയിക്ക് പറയണമെന്ന്. ഹീറോയിസ് ജങ്കുക്കിന് സൈറ്റ് അടിക്കുന്നത് നോക്കുമായിരുന്നു. ജങ്കുക്ക് ടെൻഷനായിട്ട് പറഞ്ഞ് ഇത് ഹീറോയി ശ്രദ്ധിച്ചില്ലായിരുന്നു. ജങ്കുക്ക് പറഞ്ഞിട്ട് പോയായിരുന്നു. മിനി കേട്ടായിരുന്നു. മിന്നിയോട് പറയായിരുന്നു ഇവളോട് വരാൻ പറയാം എന്ന് പറഞ്ഞ് ജങ്കുക്ക് ടെൻഷന് പോയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചായിരുന്നു. ഇപ്പോൾ ഹീറോയി പറയായിരുന്നു മച്ചി ഇന്നിപ്പോൾ ഓടി ഞാൻ പോകുന്ന ഓടി പറഞ്ഞ ക്യാബിനിക്ക്. മിനി വായിച്ചായിരുന്നു. മിനി ടെൻഷനായിട്ട് സ്കിമ്മി സാർ കമ്മി എന്ന് ജങ്കുക്ക് നോക്കുമായിരുന്നു. ജങ്കുക്ക് റൂഡായിട്ട് പറയാൻ തുടങ്ങിയ എന്താ പഠിക്കാൻ വന്നതാ സാർ അത് പഠിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവണം. പറഞ്ഞു കേൾക്കണം പഠിക്കണം. ഞാൻ റൂഡായിട്ട് സംസാരിക്കുന്നു. ഹീറോയ്ക്ക് പേടിയായിരുന്നു. മാറിയത് പഠിക്കുന്നതാണ്. സൈഡ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ അറിയില്ല എന്ന് ചങ്കുക്ക് പറഞ്ഞിട്ടാണ്. നീ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടാണല്ലേ പഠിക്കണം. സൈറ്റ് അടിക്കുന്നത് അതൊന്നും ചെയ്താൽ ഞാൻ ബാക്കിയേക്കാള എൻ്റെ മമ്മിയോട് പറയും മാറിയത് പഠിക്കണം മനസ്സിലായോ എന്ന് പറഞ്ഞ ചങ്കുക്ക് വരട്ടായിരുന്നു. ശരി സാർ രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം മനസ്സിലായോ എന്ന് പറഞ്ഞ് മെറിട്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ച് ശരി സാർ എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് ഹീറോ ജങ്കു ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടും മച്ചി ചേട്ടൻ അടിക്കൂടി അടിച്ചായിരുന്നു. 2 മാർക്ക് കുറഞ്ഞതിന് എന്നെ വെച്ച് ടോർച്ചർ ചെയ്യടി എന്ന് പറയുന്നു. ഹീറോ പറയുന്നു എന്നെ പറഞ്ഞു വിട്ടടി എന്ന് പറയുന്നു. അങ്ങനെ ഡേസ് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ജങ്കുക്കിന് മമ്മി ജങ്കുക്കിനോട് പറയായിരുന്നു എടാ എപ്പോഴാണ് മാരേജ് കഴിക്കാൻ. ഇപ്പോൾ ഹീറോയി പറഞ്ഞ അങ്ങനെയായിട്ട് ഇപ്പോൾ ഹീറോയിസ് പറഞ്ഞ അതെ ഹീറോയി പറഞ്ഞപ്പോൾ സെക്കൻഡ് ഇയർക്ക് എത്തിയായിരുന്നു. ഇപ്പോൾ ചങ്കുക്ക് മമ്മി പറയായിരുന്നു എപ്പോഴാണ് മാരേജ് ഒക്കെ. ഇപ്പോൾ മിനി സെക്കൻഡ് ഇയർക്ക് എത്തി. ശരി മോം ഞാൻ മാരേജ് കഴിക്കാം
ഞാൻ റോസിൻ്റെ സംസാരിച്ച് നോക്കാം എന്ന് പറയായിരുന്നു. എടാ റോസ്, ആദ്യം മമ്മി എനിക്ക് റോസിനാണ് ഇഷ്ടമോ, അതുകൊണ്ട് റോസ് മാരേജ് ശരി. അവളൊക്കെ പഠിച്ചു എല്ലാം കഴിഞ്ഞു മമ്മി. റോസ് അവൾ ജോലിയെല്ലാം കഴിഞ്ഞു, ശരി മാരേജ് കഴിക്കാം. റോസിനോട് പറഞ്ഞ റോസ് ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ റോസുക്ക് ജങ്ങുക്കും മാരേജാണ്. എന്നിട്ട് റെഡിയാണ്. ജങ്ങുക്ക് മാരേജ് കാര്യം പറയായിരുന്നു. വീടെല്ലാം ഡെക്കറേഷൻ ചെയ്ത് ഇതിലൊക്കെ ആകുമ്പോൾ ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങിയത് മിനി അതായത് ഹീറോയ്ക്ക് അറിയായിരുന്നു. സമാധാനമാക്കാൻ തുടങ്ങിയത് മിനി. എന്തടി മച്ചി, ജങ്കുക്ക് മാരേജ് ഓടി, ഞാൻ മനസ്സിലാവുമല്ല, അത് പോയിടി എന്ന് പറഞ്ഞ ഹീറോ പൊട്ടിപ്പൊടിക്കാറായിരുന്നു. ഇത് കണ്ട് ഹീറോയുടെ ഫ്രണ്ട് സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു. സാഡാവണ്ടടി മച്ചി, സാഡാവണ്ട, എന്താ ചെയ്യ മച്ചി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഇത് കേട്ടിട്ട് സാഡൊന്നും ആവണ്ട മച്ചി, സാഡായ അതെന്താ പിന്നെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നില്ല, എല്ലാം പോയിടി എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയായിരുന്നു. വിഷമിക്കണ്ട, അത് നോക്കാം എന്ന് പറയുന്നു. ഇപ്പം രാവിലെ ആയിട്ട് നല്ല ഉറങ്ങാനെ കുറിച്ച് ഹീറോ സാഡായിട്ട് രാവിലെ പിന്നെ ഇപ്പം മാരേജൊക്കെ പോകണം, ബീച്ചാടാണ് മാരേജ്. എല്ലാവരും മാരേജ് വന്നിട്ടുണ്ടായിരുന്നു. ചാങ്കോക്ക് മാരേജക്ക് അവിടെ വൈറ്റ് ഡ്രസ് ഷർട്ടിലുണ്ടായിരുന്നു ഹീറോ. സാഡായിട്ട് ഒരു വെഡിങ് ഡ്രസ്സ് മാറി ഹീറോ ഒരു ക്യൂട്ടായിട്ട് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിറയെ ബോയ്സ് ഹീറോയിനെ കണ്ട് സൈറ്റ് അടിക്കായിരുന്നു. എന്നിട്ട് സൈറ്റ് അടിക്കായിരുന്നു. അത് മാത്രമല്ല ഒരാൾ ഹീറോയിനെ നല്ല ലുക്ക് ഇട്ടാണ്ടായിരുന്നു, സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പെണ്ണ് വരാൻ പറയായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് കേൾക്കായിരുന്നു, പെണ്ണ് വന്നോടി എന്ന് പറയാമെന്ന് ഹീറോയിന് ഫ്രണ്ട് പറയാൻ വെച്ച് സാഡാവണ്ട, പെണ്ണ് കാണുന്നില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ വീട്ട് സൈഡ് വന്ന് കുറച്ച് പേര് വരാമായിരുന്നു. അതെ, ജങ്കുക്കിൻ്റെ ഫാമിലീസ് മാത്രം വന്നിട്ടുണ്ട്, പിന്നെ ബാക്കിയവർ വരാനുള്ളതാണ്. അപ്പോൾ ജങ്കുക്ക് പറയുന്നു, മോം കുറച്ച് പേര് വന്ന് ജങ്കുക്ക് ഫ്രണ്ട്സ് മാത്രം വന്നായിരുന്നു, ബാക്കിയവിടെ ആരും വന്നിട്ടില്ല. ജങ്കുക്ക് പറയാൻ തുടങ്ങിയായിരുന്നു, എൻ്റെ മോമി പെണ്ണുങ്ങൾ വന്നില്ലേ. ജങ്കുക്ക് ടെൻഷൻ ആയാലും അത് ചെയ്താൽ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് മമ്മി പറയുന്നത്, ഇപ്പം എന്താ ചെയ്യാം മോം,